ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ ആഴമുള്ളതും എന്നാൽ വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുമോ? ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ചിരി വരും, ചിലർക്ക് ആശ്ചര്യമുണ്ടാവും, ചിലർക്ക് മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും. ചിലർക്കെങ്കിലും ഇത് നല്ലൊരു ചോദ്യമാണല്ലോ ഇത് എന്ന് തോന്നും, അല്ലേ? അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ പ്രപഞ്ചം എന്നത് എന്താണ് എന്ന് നമ്മളൊന്ന് നോക്കണം. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മാത്രമാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അല്ല. നമ്മുടെ ചിന്തകൾ, നമ്മളുടേതുപോലെ കോടിക്കണക്കിന് മനസ്സുകൾ, ഓരോ ജീവൻ്റെ ശ്വാസം എല്ലാം ചേർന്ന ഒരു ശക്തിയാണ് ഈ പ്രപഞ്ചം. നമ്മൾ ശ്വസിക്കുമ്പോൾ, ഒരു മഴ പെയ്യുമ്പോൾ, ഒരു പൂവ് വിരിയുമ്പോൾ, ഒരാൾ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ, ഇത് എല്ലാം ഒരൊറ്റ ശക്തിയുടെ പ്രവാഹമാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രവാഹം. അപ്പോൾ ഈ ശക്തി മനുഷ്യൻ്റെ ഭാഷയിൽ സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു മന്ത്രോച്ചാരണം പോലെ ശബ്ദമുണ്ടാക്കി അത് നമുക്ക് തോന്നുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഓരോ സൂചനകളിലൂടെയും ഓരോ അനുഭവങ്ങളിലൂടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ചെറിയ ചിന്തകളിലൂടെയും തികച്ചും വ്യത്യസ്തമായ ഭാഷയിൽ ഈ പ്രപഞ്ചം നമ്മളോട് എപ്പോഴും സംസാരിക്കാൻ തയ്യാറാണ്, സംസാരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഭാഷ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സൂചനകളാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ദിവസവും കാണുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. പക്ഷേ ഈ പ്രപഞ്ചം സംസാരിക്കുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. തീർച്ചയായിട്ടും അനുഭവം ഉണ്ടായെങ്കിലും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ആവർത്തിച്ച് വരുന്ന ഓരോ സംഖ്യകൾ നമ്മുടെ കണ്ണിൽപ്പെടുന്നത്, ഒന്നീ സമയം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കുമ്പോൾ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പുസ്തകത്തിലെ താളിലെ എവിടെയെങ്കിലും ഒരു ബോർഡിൽ എവിടെയെങ്കിലും ആവർത്തിച്ച് വരുന്ന സംഖ്യകൾ 111, 222, 444, 1111. അപ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് കാണുമ്പോൾ അതൊരു അടയാളമാണ്. അപ്പോൾ അതിലൂടെ നമ്മൾക്ക് എന്തോ ഒരു കാര്യം നമ്മളെ ബോധ്യമാക്കാൻ ഈ പ്രപഞ്ചം നമ്മളോട് സംസാരിക്കാൻ വരികയാണ്. അതുപോലെ തന്നെ ഒരാളെ വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ സമീപിക്കുന്നത്, അപ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠം കൊണ്ടുവരാനാണ് ആ കണ്ടുമുട്ടൽ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഒരു പ്രശ്നം വീണ്ടും വീണ്ടും സംഭവിക്കുമ്പോൾ നമ്മൾ പഠിക്കാത്ത ഒരു പാഠം പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യത്തിൽ നമ്മൾ ശ്രമിച്ച് അത് വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു പോകുമ്പോൾ, ഇത് നിൻ്റെ വഴിയല്ല, നീ മറ്റൊരു വഴി നോക്കൂ എന്നൊരു ചിഹ്നമാണത്. മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഓരോ ചിന്തകൾ, അല്ലെങ്കിൽ എന്തിനെ പറ്റിയും ഉള്ള ഓരോ സൂചനകൾ. അപ്പോൾ ഏതോ ഒരു കാര്യം ചെയ്യരുതെന്ന് നമ്മൾക്ക് തോന്നുന്നു, അതേസമയം നമ്മൾക്കത് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്നും വെറുതെയായ തോന്നലുകളല്ല, അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കണക്കുകൂട്ടലുകളാണത്. ഒരു സ്പർശനമായിട്ട് കണക്കാക്കാം. അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായാൽ ഈ പ്രപഞ്ചം കൂടുതൽ നമ്മളോട് സംസാരിക്കാൻ അടുപ്പം കാണിക്കും. ഒരു ശബ്ദമയമായ ഒരു ചുറ്റുപാടിൽ വേറൊരാൾ പറയുന്നത് നമ്മൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റില്ല. അതേപോലെയാണ് പലവിധ ചിന്തകൾ കൊണ്ട് കാടുകയറുന്ന മനസ്സിൽ ആ ഒരു സാഹചര്യങ്ങളിൽ ഈ പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾക്ക് കേൾക്കാതെ പോകും. അപ്പോൾ നമ്മൾ മനസ്സിൽ നിറയുന്നത് ഭയങ്ങൾ, ചിന്തകൾ, അശാന്തി, തളർച്ച. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലുള്ളപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ പറ്റാതെ പോകും. അതേസമയം ഒറ്റപ്പെട്ട് ഇരുന്ന് കുറച്ച് നിമിഷം ശ്വാസം എടുത്തുവിട്ട് ശാന്തമായി നമ്മുടെ ചുറ്റുവട്ടമുള്ള ആ കാഴ്ചകളിലേക്ക് നോക്കുമ്പോൾ, അപ്പോൾ ഒരു കാറ്റിൻ്റെ സ്പർശം പോലും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടും. ഒരു മഴ പെയ്താൽ ആ മഴയുടെ ആ ഒരു ഗന്ധം അതുപോലും നമ്മൾക്ക് എന്തോ ഒരു കാര്യത്തിനൊരു മറുപടി നമ്മൾക്ക് തരുന്നത് പോലെ നമ്മൾക്ക് തോന്നും. അപ്പോൾ ജീവിതത്തിൽ അബദ്ധങ്ങളെന്ന് തോന്നുന്ന സംഭവങ്ങൾ പോലും ഈ പ്രപഞ്ചം നമ്മൾക്ക് തരുന്ന ഓരോ സന്ദേശങ്ങളാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കാറില്ലേ? ഇന്നലെ വരെ എല്ലാം കുഴഞ്ഞു മറിഞ്ഞ ഒരു കാര്യങ്ങളെല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നമുക്ക് നല്ലൊരു വാർത്ത വന്നു, അല്ലെങ്കിൽ നല്ലൊരു കാര്യം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. മനസ്സിന് അത്രയും നാൾ അനുഭവിച്ച ആ കുഴപ്പങ്ങളെല്ലാം തീർന്നു പോകുന്ന പോലെ ഒരു സന്തോഷമായ ഒരു വാർത്ത. ചിലപ്പോൾ വലിയ കഷ്ടതകൾ തോന്നും ജീവിതത്തിൽ.
പെട്ടെന്ന് അതിൽ നടക്കുന്ന ഒരു ചെറിയൊരു സംഭവത്തിൽ കൂടെ നമ്മുടെ മനസ്സിനെ അത് ശാന്തമാക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നടക്കണമെങ്കിൽ ഇന്നൊരാളുടെ സഹായം നമ്മൾക്ക് വേണം എന്ന് നമ്മൾ ആരെ പോയി കണ്ടാൽ നമ്മൾക്കത് നടക്കും എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ആ സമയങ്ങളിൽ, നമുക്ക് ആവശ്യമായി വരുന്ന ആ സമയത്ത് ആ ആളെ നമ്മൾ കണ്ടുമുട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മളിത് വിചാരിക്കുന്നത് യാദൃച്ഛ്യമായിട്ട് നടന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഷ തന്നെയാണ്. നാം ഉള്ളിലുള്ള വികാരങ്ങൾ ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള എന്ത് ചിന്തകളാണെങ്കിലും നമ്മളോർക്കും നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് എന്തോ ഒരു ഇതാണ്, ഒരു രൂപമാണെന്ന്. പക്ഷേ ഇതൊരു എനർജിയാണ്. ഈ പ്രപഞ്ചം തന്നെ വലിയൊരു എനർജിയാണ്. അപ്പോൾ നമ്മുടെ ആന്തരിക നില എന്താണോ അത് തന്നെയാണ് പുറത്തേക്ക് വരുന്ന സംഭവങ്ങളിലൂടെ പ്രതിഫലിക്കുന്നത്. മനസ്സ് നിറയെ ഇരുട്ടും അല്ലെങ്കിൽ നിരാശയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. പ്രപഞ്ചം വിചാരിക്കും നമ്മൾക്ക് ഇതാണ് ഇഷ്ടം, അതുകൊണ്ട് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഒരു ശാന്തമായ ഒരവസ്ഥ, എല്ലാത്തിലും ഒരു വിശ്വാസം, ഒരു ശുഭാപ്തി വിശ്വാസം, അങ്ങനെയുള്ളവർക്ക് സുഖകരമായ വഴികൾ അവർക്ക് തുറന്നു തരും. അപ്പോൾ എല്ലാം നല്ലത് നടന്നാലും ചീത്ത കാര്യങ്ങൾ നടന്നാലും എല്ലാം നമ്മളുടെ മനസ്സിൻ്റെ ചിന്തകളുടെ ഒരു അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകാതെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം നടക്കുന്ന ഓരോ ദുഷിച്ച സംഭവങ്ങൾക്കും കാരണം മറ്റാരോ ആണ്. ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്തതാണ് ഇതിൻ്റെ എല്ലാം വഴിയിലേക്ക് പോകുന്നത്. അപ്പോഴും നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു പ്രശ്നം വന്നാൽ അത് എന്തുകൊണ്ടാണ്, അതിൻ്റെ ആ പ്രശ്നത്തിന് എൻ്റെ ഭാഗത്ത് എന്ത് പോരായ്മയാണ്, എന്ത് വീഴ്ചയാണ് എനിക്കിത് വന്നത്, അത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം എനിക്ക് ജീവിതത്തിൽ വന്നത് എന്നല്ല ചിന്തിക്കുന്നത്. ഞാനെല്ലാം പെർഫെക്റ്റാണ്, എന്നിട്ടും എനിക്ക് എന്തിനാണ് ഈ ഒരു വിഷയം നടന്നത്? അപ്പോൾ എനിക്ക് ആരോ ചെയ്തതാണ്, എൻ്റെ ഉയർച്ച കണ്ടിട്ട് എനിക്ക് ആരോ ശത്രുക്കൾ എന്നെ വീഴ്ത്താൻ ചെയ്യുന്നതാണ്. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സും പോവുകയാണ് ചെയ്യുന്നത്. അതല്ല, ആ ഒരു കാര്യത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബ് വരുമ്പോൾ നമ്മൾ നിന്ന് ചിന്തിക്കണം, അതെന്തുകൊണ്ട് വന്നു, അത് ആ കാര്യകാരണങ്ങളെല്ലാം നമ്മളിൽ തന്നെയാണ്. അത് നമ്മളെ ചിന്തിപ്പിക്കാൻ വെക്കാനാണ്, ആ മനസ്സിന് വിശ്രമം കൊടുത്ത് നീ സ്വസ്ഥമായിട്ടിരുന്ന് നീ ഒന്ന് ചിന്തിക്കുക എന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഈ പ്രപഞ്ചം. ചില വാതിലുകൾ അടയുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ തന്നെയാണ് അതവിടെ ചെയ്യുന്നത് പ്രപഞ്ചം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നടക്കാതെ പോകും. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലോ ഒന്നും നടന്നില്ലല്ലോ എന്ന്, അതുപോലെ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത്, എന്തുകൊണ്ട് എനിക്ക് ഈ കാര്യം നടന്നില്ല, എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൻ്റെ തടസ്സം വന്നു? എല്ലാ അടയുന്ന വാതിലും ശിക്ഷയായിട്ട് കണക്കാക്കുന്നതാണ് നമ്മുടെ തെറ്റ്. അങ്ങനെ കണക്കാക്കരുത്. അത് ശിക്ഷയല്ല. അത് ചിലപ്പോൾ നമ്മൾ ഒരു രക്ഷയുടെ പാതയിലേക്കാണ് നമ്മളെ പ്രപഞ്ചം കൊണ്ടുപോകുന്നത്. ആ സമയത്ത് അത് നടക്കേണ്ടതായിരിക്കില്ല. എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാവും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഫ്ലാഷ് ബാക്കിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അതുപോലെ ആഗ്രഹിച്ച ഒരു കാര്യം അത് നടക്കാതെ പോയിട്ടുണ്ടാവും. അതേസമയം അത് വർഷങ്ങൾക്ക് ശേഷം നമ്മളത് ഓർത്തെടുക്കുമ്പോൾ അത് അന്ന് അങ്ങനെ നടക്കാതിരുന്നത് നല്ലതായിപ്പോയി എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. അപ്പോൾ ആ സമയത്ത് അത് നടക്കാതെ പോയ ആ സമയത്ത് നമ്മളത് അനുഭവിച്ച ആ ഒരു ഡിപ്രഷൻ, ആ ഒരു വിഷമാവസ്ഥകളെല്ലാം കടന്ന് നമ്മൾ വന്ന് ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അത് നല്ലതായിപ്പോയി, അന്ന് നടക്കാതെ പോയല്ലോ, അപ്പോൾ എനിക്ക് ദൈവം എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി എന്നൊരു ചിന്ത നമ്മൾക്ക്, അത് എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അങ്ങനെ ഒരു സംഭവത്തിലൂടെ കടന്നു പോകാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അപ്പോൾ പ്രപഞ്ചം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിൻ്റെ മുന്നിൽ വരുന്ന ഒരു തടസ്സത്തെ മാറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്. പിന്നീട് നമ്മളത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്കത് മനസ്സിലാകും, ആ അടഞ്ഞ വാതിൽ എത്ര വലിയ അനുഗ്രഹമായിരുന്നു എന്ന്. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതെല്ലാം പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്ന രീതികളാണ്.
നമ്മൾ ചോദിച്ചാൽ എപ്പം എന്ത് കാര്യം ചോദിച്ചാലും പ്രപഞ്ചം നമ്മൾക്ക് ഉറപ്പായി നമ്മൾക്ക് മറുപടി തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. മറുപടി തരും. ഇതിനുള്ള ഏറ്റവും ഒരു വലിയ രഹസ്യം ഇതാണ്. സത്യമായ മനസ്സോടെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം നമ്മൾക്ക് മറുപടി തരാതിരിക്കില്ല. തീർച്ചയായിട്ടും ഈ പ്രപഞ്ചം നമ്മൾക്ക് മറുപടി നൽകും. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ വഴിയിലൂടെ, അല്ലെങ്കിൽ ഒരു വാക്കിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ വരികളിലൂടെ, ഇല്ലെങ്കിൽ ഒരു സ്വപ്നത്തിലൂടെ, മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ചിന്തയിലൂടെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾക്ക് ആ മറുപടി കിട്ടുന്നത്. അപ്പോഴതെല്ലാം അത് പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്ന വിധമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമാകണം. ആ മനസ്സ് ശാന്തമാകണമെങ്കിൽ നമ്മൾ ധ്യാനം ചെയ്യണം. ഇപ്പോൾ എല്ലാവരും ധ്യാനം ചെയ്യുന്നത് എനിക്ക് കാറ് വേണം, വീട് വേണം, ജോലി വേണം, കല്യാണം നടക്കണം, കുട്ടികളുണ്ടാവണം, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് അതിനെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് മെഡിറ്റേഷൻ എന്ന് വിചാരിക്കുന്നത്. അതല്ല. ഈ കലുഷിതമായ ഇന്നത്തെ ഈ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഒരു 5 മിനിറ്റ് നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അത് നാളെ 10 മിനിറ്റ് ആകും, അത് അതിനെടുത്തതിന് ശേഷം 15 മിനിറ്റ് ആകും, പിന്നെ അരമണിക്കൂറാകും, പിന്നെ 1 മണിക്കൂറാകും. അപ്പോൾ നിങ്ങൾക്ക് ആ ധ്യാനത്തിലിരിക്കുന്ന ആ അവസ്ഥ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ അതിന് സമയപരിധി ഇല്ലാതാകും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെല്ലാം ക്രമേണ നിങ്ങൾക്ക് മനസ്സിലാകും. അതാണ് ധ്യാനത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. പ്രപഞ്ചം സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശ്വാസം നിയന്ത്രണം ചെയ്യണം, ധ്യാനം ചെയ്യണം. പ്രപഞ്ചത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഒരു 3 മാർഗങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ശ്വാസം മാത്രം കേൾക്കണം. ആ മറ്റ് വിഷയങ്ങളിലേക്കുള്ള ഒരു ചിന്തകളും നമുക്ക് ഉണ്ടാകരുത്. ഒന്നിനെയും നിയന്ത്രിക്കാതെ നോക്കിക്കണ്ട് അതിനെ തുരത്തി വിടുക. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, ഇപ്പോൾ നമ്മൾ ഇന്ന് 5 മിനിറ്റ് കണ്ണടച്ച് ധ്യാനത്തിനിരുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം രീതിയിലുള്ള ചിന്തകളാണ് നമ്മൾക്ക് വന്നത്, അതൊരു പേപ്പറിലേക്കൊന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ആ എഴുതി വയ്ക്കുന്ന അതിൽ തന്നെ നിങ്ങൾക്കതിനുള്ള ഉത്തരമുണ്ടാവും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ചോദ്യങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ശബ്ദങ്ങളെ എല്ലാം നമ്മൾ അതിനെ ഒന്ന് ബഹുമാനിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക. മിക്കയിടങ്ങളിലും അത് ഒരു ശരിയായ തീർവ് തന്നെയായിരിക്കും. അത് നമ്മുടെ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ശബ്ദമല്ല, അത് ഈ പ്രപഞ്ചത്തിൻ്റെ ശബ്ദമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എന്ത് വന്നാലും ഈ പ്രപഞ്ചം നമ്മളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ കേൾക്കണമെന്ന് വിചാരിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇരുന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ പറ്റും. പ്രപഞ്ചം സംസാരിക്കും. ഇപ്പോൾ ആകാശത്തിൽ ജനിക്കുന്ന മീൻസ് അങ്ങനെ കണക്കാക്കരുത്. നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു നക്ഷത്രം, അതിലേക്ക് തന്നെ കുറച്ച് നേരം നമ്മൾ നോക്കിയിരിക്കുമ്പോൾ മനസ്സ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുടെ മനസ്സ് ഡിസ്റ്റർബ് ആയിരിക്കുന്ന സമയത്ത് അതിനുള്ള ഒരു സൊല്യൂഷൻ താനേ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനേലും പറ്റി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഒരു മനസ്സ് ഒരുമാതിരി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എതിരെ വരുന്ന ഒരാൾ ഒരു ചിരിച്ച മുഖത്തോടെ നമ്മൾ നോക്കുമ്പോൾ അത് ഈ പ്രപഞ്ചം നമ്മളോട് സംസാരിക്കും. നീ എന്തിനു കൂളായിട്ടിരിക്കുക, നീ സങ്കടപ്പെടേണ്ട, എല്ലാം നടക്കും, എല്ലാം ശരിയാകും എന്നീ ആ ചിരിയിലൂടെ നമ്മളോട് പ്രപഞ്ചം സംസാരിക്കുകയാണ്. അതേപോലെ നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾക്കത് തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾക്ക് മനസ്സിനകത്ത് പെട്ടെന്നൊരു സന്തോഷം ഉണ്ടാവില്ലേ? ആ സന്തോഷം, ആ ഹാപ്പിനെസ്, അതിലൂടെ പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളെ തകർത്ത് കളയുന്ന ഒരു വേദന, അപ്പോൾ ആ വേദന ആ സമയത്ത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് പ്രപഞ്ചം അത് തരുന്നത്. അതെല്ലാം നമ്മളെ വാർത്തെടുക്കാനുള്ള, ഇന്നത്തെ അവസ്ഥയിൽ നിന്നും ഉയർത്തിയെടുക്കാനുള്ള ഓരോരോ പാഠങ്ങളായിട്ടാണ് ഈ പ്രപഞ്ചം നമ്മളോട് അത് പാഠം പഠിപ്പിക്കുകയാണ് പ്രപഞ്ചം. നമുക്കത് തിരിച്ചറിയാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ശാന്തമായി നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പറയാതെ തന്നെ ഈ പ്രപഞ്ചം നമ്മളോട് പറയുന്നതെല്ലാം നമ്മൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്നത് കൂട്ടുകാരെ. അത് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദിവസം 5 മിനിറ്റ്
അതിൽ തുടങ്ങുക നിങ്ങളുടെ ആ ഒരു പ്രപഞ്ചത്തോട് സംസാരിക്കുന്ന സമയം. അതിലൂടെ നിങ്ങൾക്കുള്ള എല്ലാ ചോദ്യത്തിനും ഉത്തരവും പ്രപഞ്ചം നിങ്ങൾക്ക് തരും. ചിലപ്പോൾ നമ്മൾ റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും വിഷയം വിചാരിച്ച് നമ്മൾ റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രണ്ടുപേര് നമ്മുടെ എതിരെ വരുമ്പോൾ ആ ഒരു വിഷയത്തിന് ഒരു മറുപടി പോലെ അവരുടെ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് കാണും. നമ്മൾ നച്ചൊല്ലെന്ന് പറയും അതിന്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ അതിനെപ്പറ്റി അതിന് മാച്ചാകുന്ന ഒരു വാക്കുകൾ സംസാരിക്കുമ്പോൾ അത് പറയും നച്ചൊല്ലെന്ന്. അതേപോലെ അങ്ങനെയുള്ള വാക്കുകളിലൂടെ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും ഒരു നമ്മുടെ മനസ്സിൽ ആരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ കാണുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കാണുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ കാണുന്നത് അത് യാദൃശ്ചികമല്ല. അത് അപ്പോൾ നമ്മൾ ചിന്തിച്ച് സ്ട്രെസ്സാവുന്ന ആ വിഷയത്തിന് മേലെ പ്രപഞ്ചം നമുക്ക് തരുന്ന ഒരു മറുപടിയാണത്. അപ്പോൾ എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസമാകട്ടെ. ഇന്നേക്ക് നല്ലൊരു ദിനം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.